മൗനരാഗം ഒരു ഇടിവെട്ടി ക്ലൈമാക്സിലേക്ക് തന്നെയാട്ടോ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വിക്രത്തിന്റെ കഴുത്തിൽ തന്നെ ആ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഒരു സ്ഥിതിയാട്ടോ. കല്യാണിയെ കൊത്താൻ വിട്ട പാമ്പ് തിരികെ വന്ന് നമ്മുടെ വിക്രത്തിന്റെ കഴുത്തിൽ ചുറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അച്ഛനിപ്പോൾ എന്താ പറയുക, ആകെ വട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. സ്വന്തം മകൻ ഇപ്പോൾ ഒരു കള്ളനായിട്ട് അവൻ അടുത്ത വിധിയിൽ അവൻ ജയിലിലോട്ട് പോകുന്ന ഒരു കാഴ്ച സ്വന്തം അച്ഛന് കാണേണ്ടി വരുമോ എന്നുള്ളവരൊക്കെ ആദിയിൽ തന്നെയാട്ടോ അച്ഛൻ. അപ്പോൾ അച്ഛൻ മുത്തശ്ശിനോടും പറയുന്നുണ്ട്, കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇവനെ കടുത്ത് ഞെരിച്ച് എനിക്ക് കൊല്ലാൻ തോന്നും എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് മറ്റേ അച്ഛൻ കല്യാണിയുടെ മുത്തശ്ശിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, LLB പോലും പഠിക്കാത്തവൾ, സ്കൂളിൻ്റെ പടിവാദിക്ക് പോലും കയറാത്തവൾ എങ്ങനെ ഇങ്ങനെ വാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അച്ഛനും കല്യാണിയുടെ അച്ഛനും വിക്രത്തിനൊക്കെ ഭയങ്കര അത്ഭുതം കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അടുത്ത വിധിയിൽ നീ നോക്കിക്കോ, നിന്റെ വിരലടയാളം പോലും എടുത്ത് നിന്നെ എന്താ പറയുക എല്ലാ തെളിവുകളോടും കൂടി തന്നെ നിന്നെ പിടിക്കപ്പെടുന്ന ഒരു എന്താ പറയുക ആ ഒരു നിമിഷമായിരിക്കും അടുത്ത വിധിയിൽ നടക്കാൻ പോകുന്നത് ഇങ്ങനെ കല്യാണി ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടാൽ നമ്മുടെ അച്ഛനും നമ്മുടെ കല്യാണിയുടെ അച്ഛന് നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛന് ആകെ സമനില തെറ്റിയ പോലെ ആയിട്ടുണ്ട്. എന്തായാലും വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.